വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം. രണ്ടാം ദിവസം. വിശുദ്ധരുടെ മാതൃകയായ യൗസേപ്പ്. ദൈവവചനം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ധ്യാനം. നാം എന്തിനെ അധികമായി സ്നേഹിക്കുന്നുവോ അതിലേക്ക് വളരാൻ ശ്രമിക്കുക സ്വാഭാവികമാണല്ലോ. വിശുദ്ധരുമായുള്ള ബന്ധം നമ്മെയും വിശുദ്ധരാക്കും. വിശുദ്ധരുടെ കൂട്ടായ്മ എന്നത് നമ്മുടെ നാളുകളെ കുറെ കൂടി പരിശുദ്ധമാക്കുവാൻ തീർച്ചയായും സഹായിക്കും. ആത്മീയ ജീവിതത്തിൽ വളരാൻ കൊതിക്കുന്ന ഒരാത്മാവിനെ ഈശോ ഭരമേൽപ്പിക്കുന്നത് ജോസഫിലാണ്. തന്നെ ജ്ഞാനത്തിലും പ്രായത്തിലും വളരാൻ സഹായിച്ച ആ കരങ്ങളോളം ശക്തവും മനോഹരവുമായ കരം മറ്റൊന്നില്ല എന്ന് ഈശോയ്ക്കറിയാമല്ലോ. വിശുദ്ധർക്കല്ലേ വിശുദ്ധരെ വാർത്തെടുക്കാൻ കഴിയൂ. ജോസഫ് എന്നാൽ വളർത്തുന്നവൻ എന്നല്ലേ അർത്ഥം. അവൻ നമ്മെ ആത്മീയ യാത്രയിൽ സുരക്ഷിതമായി വളർത്തും. വിശുദ്ധരാകാനുള്ള ആഗ്രഹം ആർക്കാണ് ഇല്ലാത്തത്? എന്നാൽ അതിനു നൽകേണ്ട വില വലുതാണെന്നറിയുമ്പോൾ പതുക്കെ പതുക്കെ വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങുന്നു. എന്നിട്ടും വിശുദ്ധിയോടുള്ള ആഗ്രഹം വിട്ടുകളയാനാകുന്നുമില്ല. കാരണം സൃഷ്ടിയിലെ ദൈവം സൃഷ്ടാവിൻ്റെ പരിശുദ്ധിയിലേക്ക് വളരാനുള്ള ആഗ്രഹം നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലേശങ്ങൾ കൃത്യമായി അറിയാവുന്ന ദൈവം തൻ്റെ പ്രിയമുള്ളവർക്ക് 2 പേരെ നൽകി, മറിയത്തെയും ജോസഫിനെയും. ഇവരുടെ കരങ്ങൾ പിടിച്ച് ഉണ്ണിയേശു വളർന്നതുപോലെ നമുക്കും വളരണം. വിശുദ്ധി എന്നാൽ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുക. എല്ലായിടത്തും എല്ലായ്പ്പോഴും ദൈവഹിതത്തിന് കീഴ്വഴങ്ങാതെ വിശുദ്ധരാകാൻ കഴിയില്ല. വിശുദ്ധ യൗസേപ്പേ, നിന്നെപ്പോലെ ദൈവേഷ്ടത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചവർ ആരുണ്ട്? ഗർഭിണിയായ മറിയത്തെ സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ സ്വീകരിച്ചു. ജനിച്ച ശിശുവുമായി ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പോയി. പിന്നീട് യൂദയായിലേക്ക് മടങ്ങാൻ കൽപ്പിച്ചപ്പോൾ അനുസരിച്ചു. നമ്മെ അനുസരണയിലും എളിമയിലും വളർത്താൻ യൗസേപ്പിനെ പോലൊരു അപ്പനെ തന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്താം. ഇത്തരമൊരു അപ്പനിൽ നിന്നേ വിശുദ്ധരായ മക്കൾ ജനിക്കൂ. വിശുദ്ധ യൗസേപ്പിൽ കൈയാളിക്കുന്ന ഒരാത്മാവിനെ ഈശോയിലേക്ക് വളർത്താൻ അവൻ തന്നെ മുൻകൈയെടുക്കും. തന്നിലേക്ക് ആരെയും അവൻ ആകർഷിക്കാറില്ല. മൗനമായി എല്ലാവരെയും തിരുക്കുമാരനിലേക്ക് നയിക്കും. ഒരാത്മാവ് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുന്നത് കണ്ട് മാറി നിന്ന് സന്തോഷിക്കും. സ്വയം ദാനം എങ്ങനെ ചെയ്യണമെന്നും ശാന്തമായി ദൈവഹിതം പൂർത്തിയാക്കേണ്ടത് എങ്ങനെയെന്നും ഈ മഹാത്മാവ് നമ്മെ പരിശീലിപ്പിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളുടെ ചായ്വുകളെ യഥാവിധം കൈകാര്യം ചെയ്യുവാനും നഷ്ടമായ ദൈവസ്നേഹം വീണ്ടെടുക്കുവാനും ജോസഫിനെ സമീപിക്കാം. ദുഷ്ടൻ്റെ പ്രലോഭനങ്ങളിൽ കാലിടറുമ്പോഴും സ്വന്തം താൽപ്പര്യങ്ങളിൽ മനസ്സുമടുക്കുമ്പോഴും ജോസഫിനെ വിളിക്കാം. ആത്മീയ യാത്രയിൽ ആന്തരികതയുടെ വെളിച്ചം മങ്ങുമ്പോൾ ജോസഫിൻ്റെ ശോഭ നമുക്ക് വഴി കാണിച്ചു തരാതിരിക്കില്ല. ഒട്ടേറെ വിശുദ്ധർ അഭയം കണ്ടെത്തിയ ഈ പിതാവിൽ നമുക്കും വിശുദ്ധരാകാൻ കഴിയും. വിശുദ്ധിയിലേക്ക് ഖ്യാതി നേടിയ ജോസഫിനെ പരിശുദ്ധ മറിയത്തിന് ഭർത്താവായി നൽകിയ അതേ ദൈവം വിശുദ്ധിക്കായി ദാഹിക്കുന്ന സകലർക്കും സങ്കേതമായും വഴികാട്ടിയായും മാതൃകയായും ഈ പുണ്യപുരുഷനെ തരുന്നു. പ്രാർത്ഥന. വിശുദ്ധരുടെ മാതൃകയും മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പേ, വിശുദ്ധിയുടെ വഴികളിൽ എന്നെയും നയിക്കണമേ. ആമേൻ.